ഇന്നൊരു ദുരന്തം ഡേ ഇൻ മൈ ലൈഫാണേ. ആദ്യം തന്നെ റൈറ്റ് ഹാൻഡിലെ നഖവും ഒടിഞ്ഞു കാറിന്റെ ഡോർ അടച്ചപ്പം. നിങ്ങൾക്ക് അറിയാലോ എന്തോരം കഷ്ടപ്പെട്ട നഖം വളർത്തിയെന്ന്. സോ ഒടിഞ്ഞപ്പോൾ ഫുൾ സെഡായി. പിന്നെ വീട്ടിൽ എപ്പോൾ വാങ്ങായിരുന്നാലും അതിനകത്തുനിന്ന് ഒരു പങ്ക് എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ കൈടാൻ വന്നപ്പം അമ്മയുടെ കയ്യിൽ നല്ല തല്ലം കിട്ടി. ഇന്നലെ കൂടെ ഞാൻ കണ്ടതാണ് ഈ പൂവെല്ലാം മരത്തിൽ കിടന്ന് മെയിൻ കളിക്കുന്നത്. ഇന്നതെല്ലാം മരത്തിയും ചാടി ആത്മഹത്യ ചെയ്തു. ഇത് കണ്ടില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി എന്റെ ചാച്ച മേടിച്ചെന്ന കണ്ടുമുക്കും ബിസ്ക്കറ്റാണ്. ഒരു നാണോ ഇല്ലാണ്ട് കട്ടെടുത്ത് കഴിക്കുന്ന കുറെ ഉറുമ്പുകളും. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്ത് സില്ലി കാര്യങ്ങളാണ്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ചുറ്റുപാടും ശരിക്കൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെഡാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണീറ്റ പല്ല് പോലും തേക്കാൻ മടിയായിരിക്കും. ആരെങ്കിലും അതൊക്കെ ഒന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറില്ലേ? പിന്നെ കുറെ ഓവർ തിങ്കിങ്ങും നെഗടിക്കലും, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇതുകൂടാണ്ട് ചിരിച്ച മുഖത്തോട് നിന്ന് വീട്ടുകാരെ മറ്റുള്ളവരെ ഹാപ്പി ആക്കണം. എന്തൊരവസ്ഥയല്ല ഇത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ദുരന്തം പറയാൻ വന്നേ അല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ എങ്ങോട്ടെങ്കിലും യാത്ര പോവും. യാത്ര എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല കേട്ടോ. തൊട്ടടുത്തുള്ള സമാധാനം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കും, പാട്ടും കേൾക്കും. എന്നിട്ട് പോയി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും. KFCയിലെ സ്ട്രിപ്സ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോകാൻ പറ്റിയാലോ. അങ്ങനെ ഫുഡ് അടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഫുള്ളൊന്ന് സെറ്റ് ആവും. പിന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കണം. പറ്റിയാൽ ഞാനൊരു കാപ്പിയും കുടിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലൈഫിൽ നേടിയെടുത്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. അത് തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ലാണ്ട് ആരും എഴുതി വെച്ച വാക്കുകളോ തൽക്കാലത്തേക്ക് നമ്മളെ ആശ്വസിക്കാൻ വേണ്ടി വിളിക്കുന്ന ഫ്രണ്ട്സോ ഒന്നുമല്ല. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊന്ന് കമന്റ് ചെയ്യണേ.